ഒരിക്കൽ മാങ്കൂട്ടത്തിനെതിരെ കച്ചമുറുക്കി. അതിനുശേഷം ഇതൊക്കെ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ എന്ന് മാധ്യമങ്ങളിൽ ചോദിക്കുകയും ചെയ്തു. ഈ ഒറ്റ വാചകത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു പുകമറ സൃഷ്ടിച്ച വ്യക്തിയാണ് ഷഹനാസ് എം.എ. എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു. അന്ന് ആരെയാണോ ഇവർ കുടുക്കാൻ ശ്രമിച്ചത്, ഇന്ന് അതേ സത്യങ്ങൾ ഇവരെ വേട്ടയാടുകയാണ്. CPIയിൽ നിന്നും കോൺഗ്രസിലെത്തി വിജയക്കൊടി പാറിച്ച ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്ന് ഷഹനാസിനെ ആട്ടിയോടിക്കുമ്പോൾ വെളിപ്പെടുന്നത് കേവലം രാഷ്ട്രീയ തർക്കങ്ങളല്ല, മറിച്ച് വർഷങ്ങളോളം നീണ്ടുനിന്ന ഒരു വമ്പൻ തട്ടിപ്പിന്റെ കഥയാണ്. എന്തിനായിരുന്നു ഈ വേഷം കെട്ടലുകൾ? 2014 സിവിൽ സർവീസ് ലഭിച്ചു എന്ന് നുണ പറഞ്ഞ് ഷഹനാസ് നാട്ടിലും വിദേശത്തും വിഹരിക്കുകയായിരുന്നു. പഠിച്ച കോളേജിൽ നിന്ന് ആദരവുകൾ ഏറ്റുവാങ്ങുമ്പോഴും പ്രസംഗവേദികളിൽ IAS എന്ന പദവി വെച്ച് ഉപദേശങ്ങൾ നൽകുമ്പോഴും ആ മുഖത്ത് തരിമ്പും പരിഭ്രാന്തിയില്ലായിരുന്നു. എന്നാൽ UPSC ലിസ്റ്റ് പരിശോധിച്ചാൽ അങ്ങനെ ഒരു പേര് അവിടെയില്ല. കഠിനാധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ പരിഹസിച്ചുകൊണ്ട് ഇവർ നടത്തിയ ഈ IAS തട്ടിപ്പ് ഇന്ന് മുഖ്യമന്ത്രി മുതൽ UPS ചെയർമാൻ വരെയുള്ളവരുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ആരോപണങ്ങൾ ഓരോന്നോരോന്നായി തെളിവ് സഹിതം പുറത്തു വന്നപ്പോൾ ഷഹനാസ് പുറത്തെടുത്തത് ഇരവാദം എന്ന ആയുധമാണ്. ഞാനും എന്റെ കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറഞ്ഞ് ഇവർ സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ചോദ്യം ലളിതമാണ്. സത്യങ്ങൾ വിളിച്ചു പറയുന്നത് എങ്ങനെയാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്നത്? വ്യാജ പദവികൾ ചമച്ചും മറ്റുള്ളവരെ അധിക്ഷേപിച്ചും നടന്നപ്പോൾ ഇല്ലാത്ത ആത്മഹത്യാ ചിന്തകൾ ഇന്ന് നിയമം കൺമുന്നിലെത്തിയപ്പോൾ എവിടെ നിന്ന് വന്നു? ഇത് കേവലം നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് സോഷ്യൽ മീഡിയ ഇതിനോടകം തന്നെ വിധിയെഴുതി കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാരി കൃത്യമായ തെളിവുകളോടെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ IAS കിട്ടി എന്ന് നുണ പറഞ്ഞില്ലേ? 2 ID കാർഡ് എന്തിനാണ്? പബ്ലിക്കേഷൻസിന്റെ പേരിൽ അക്കൗണ്ട് ക്രമക്കേട് നടത്തിയില്ലേ? ഈ ഗൗരവകരമായ ചോദ്യങ്ങൾക്കൊന്നും ഷഹനാസിന്റെ പക്കൽ മറുപടിയില്ല. പകരം അവർ ചെയ്യുന്നത് മഞ്ചേരിയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുകയോ ബീച്ചിലിരുന്ന് കുമിളകൾ വിടുകയോ ഒക്കെയാണ്. അത്തരം ഫോട്ടോകളാണ് നിറയ്ക്കുന്നത്. തന്നെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന നിയാസ് മലബാറിക്കെതിരെ മിണ്ടാത്ത ഇവർ നിബു വർഗീസ് എന്ന വ്യക്തിക്കെതിരെ പരാതിയുമായി പോകുന്നത് സത്യത്തെ നേരിടാനുള്ള പേടി കൊണ്ടല്ലേ? ശ്രീനാദേവിയുടെ ഓരോ ചോദ്യങ്ങളും പ്രസക്തമാണ്. പതിവ് ഇരവാദം പ്രശസ്ത കഥാകൃത്ത് VR സുധീഷ് മേലും ഇവർ പ്രയോഗിച്ചു. വ്യാജ മീറ്റു ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തിന്റെ കരിയർ തകർക്കാൻ ശ്രമിച്ച ഷഹനാസിന് ഇന്ന് നിയമമാണ് മറുപടി നൽകുന്നത്. മാനനഷ്ടക്കേസിൽ കോടതിയിൽ ഹാജരാകാതെ ഒളിച്ചു കളിച്ച ഷഹനാസിനെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ടാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിയമത്തെ ഇത്രത്തോളം വെല്ലുവിളിച്ച മറ്റൊരു സാഹിത്യകാരി കേരള ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തിറങ്ങിയപ്പോൾ താൻ മറ്റാരുടെയോ ചട്ടുകമാണെന്ന് വിളിച്ചു പറഞ്ഞ ഷഹനാസ് ഇന്ന് സ്വന്തം നുണകളുടെ കെണിയിൽ തന്നെയാണ്. കുടുംബത്തെയും ആത്മഹത്യയെയും മുൻനിർത്തി ഇവർ നടത്തുന്ന വൈകാരിക നാടകങ്ങൾക്കൊന്നും ഇനി കേരളം ചെവി കൊള്ളില്ല. ഇങ്ങനെ അക്കമിട്ട് നിരത്തുകയാണ് തന്റെ Facebook പേജിൽ ശ്രീനാദേവി കുഞ്ഞമ്മ.